السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن، وهي تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ ഔ തദബ്ബുറുൽ ഖുർആൻ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരും വായിച്ചു നോക്കി, അറിയാത്ത വാക്കുകൾ ഇട്ടിട്ടുണ്ട്. വൈകിയാണെങ്കിലും അറിയാത്ത വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അറിയാത്ത വാക്കുകളുടെ അർത്ഥം അയച്ചു തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അറിയാത്ത വാക്കുകൾ? കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാത്ത വാക്കുകൾ അർത്ഥമൊന്നും അയച്ചു തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചില്ലറ ചോദിച്ചു വാങ്ങുക, ബാക്കി ചോദിച്ചു വാങ്ങാന്ന്. ചോദിച്ചില്ലേ കിട്ടൂല. അപ്പോ അതേപോലെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയും. ഉടനെ ചോദിച്ചു കൊള്ളണം. ക്ലാസ് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഉടനെ ചോദിച്ചു കൊള്ളണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അമ്പേ മറന്നുപോകും. ഇനി എന്തായാലും ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു മെന്ററെ നിശ്ചയിച്ചു തരാം. ആ മെന്ററാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. മെന്ററുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോസ് കോണ്ടാക്ട് ചെയ്യണം. നിങ്ങളൊരാളെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. അറബി ഭാഷയിൽ ഡിഗ്രി എടുത്ത ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദീനി വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുള്ളതുമായ ഒരു ടീച്ചറിനെ നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ എന്താണ് ചാൻസുകൾ നമ്മൾ സൗകര്യങ്ങളൊക്കെ ചെയ്തെന്നും തരും. പക്ഷെ അതെന്ത് ചെയ്യണം? നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പേരെന്താ? പേരൊക്കെ പറഞ്ഞു തരും, പരിചയപ്പെടുത്തും. പേര് തസ്നീം. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞ പേര് ഖാലിസത്തൻ എന്ന വാക്കാണ്. ഖാലിസത്തൻ നമുക്കറിയാം. ഇഖ്ലാസ് എന്നൊക്കെ പറയും. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അതിന്റെ ഒരു രൂപഭേദമാണ് ഖാലിസത്ത്. ഖലസ യഖ്ലുസു. അപ്പൊ എന്തായി? ഖലാസായി എന്നൊക്കെ പറയുമല്ലോ, തനിച്ചായി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്രം ഖാലിസത്തൻ, മാത്രമായി. ഖലാസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് എന്നുള്ള അർത്ഥത്തിലാണ്. ഖലാസ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു, തനിച്ചായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഒഴിഞ്ഞു പോയി എന്നർത്ഥം. അർത്ഥത്തിലാണ് ഖലാസായി എന്ന് പറയുന്നത്. ഖാലിസ്, മുഖലിസ് ഒക്കെ അതിൽ നിന്ന് വന്നതാണ്. അഖ്ലസ, ഖലസ തനിച്ചായി, അഖ്ലസ തനിച്ചാക്കി. അതിൽ നിന്നാണ് മുഖലിസ്. അതിന്റെ ബഹുവചനമാണ് മുഖലിസീൻ. അത് മുഖലിസീൻ ലഹുദ്ദീൻ നമ്മൾ സൂറത്തു എവിടെ പഠിച്ചിട്ടുണ്ട്? ബയ്യനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പുതിയ വാക്കല്ല. നമ്മൾ പഠിക്കേണ്ടത് ഋജുമനസ്കനായി എന്നല്ലേ പറഞ്ഞിട്ടില്ല? ഋജുമനസ്കനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഖലിസീനാലോ ഇഖ്ലാസ് പറയുമ്പോ അങ്ങനെയല്ലേ? മുഖലിസ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഋജുമാനസന എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുഖലിസീന ലഹുദ്ദീന. അത് നല്ലപോലെ പഠിക്കാറുണ്ട്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഇത് പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വിധമുള്ള അർത്ഥമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള അർത്ഥമാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഒരു ക്രിയ പഠിച്ചു, കുറെ ക്രിയകൾ പഠിച്ചു. അതായത് എന്താണ്, സിൽവർ ആകുമ്പോഴേക്കും നമ്മൾ ക്രിയകളുടെ മുഴുവൻ ഗ്രൂപ്പും പഠിക്കും.
അപ്പൊ പിന്നെ അൽ ഫാത്തിഹ മുതൽ ഓരോ സൂറത്തും നമ്മൾ വായിച്ച് നോക്കണം. നമ്മൾ പഠിച്ച ക്രിയകൾ, ഈ പഠിച്ച പദങ്ങളെല്ലാം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഗൈഡ് ലൈൻസ് മാത്രം തരുള്ളൂ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ പഠിച്ചതിന് വീണ്ടും പുനർ വായന നടത്തണം. അപ്പോഴേ കിട്ടുള്ളൂ. ഇർജ് മാനസിന് ആ വാക്കിന്റെ അർത്ഥമല്ല കേട്ടോ. എന്താണ്, ഏത് വാക്കിനാണ് ഇർജ് മാനസം പറഞ്ഞത്? ഖാലിസത്ത് എന്നല്ലേ? ഖാലിസ് മുഖ്ലിസീന. ഹനീഫാണ് ഇർജ് മാനസം. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കിക്കൊണ്ടെന്നാ പറഞ്ഞു. നിഷ്കളങ്ക, തെറ്റിപ്പോയി. നിഷ്കളങ്ക ഉദ്ദേശം. അപ്പൊ എന്താ അർത്ഥം? ഖലസ തനിച്ചായി, അഖ്ലസ തനിച്ചാക്കി. എന്റെ മനസ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? തനിച്ചാക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ ദീനിനെ അവന് മാത്രം തനിച്ചാക്കും. മുഖ്ലിസിന് ലഹു അദ്ദീന, ദീനിനെ അവന് മാത്രം തനിച്ചാക്കും. അങ്ങനെ മുഖ്ലിസ പേര് വന്നത്. മുഖ്ലിസ മുഖ്ലിസ നമ്മളെ സ്റ്റുഡന്റ് ആണ് കോഴിക്കോട്. അതാ ഞാൻ പറഞ്ഞ, അവളുടെ സിസ്റ്റർ ഇഖ്ലാസ്, ഇവള് മുഖ്ലിസയാണ്. മാഷാ അല്ലാഹ്. നിങ്ങള് മുഖ്ലിസയുടെ ഉമ്മയുടെ അനുജത്തി, ജ്യേഷ്ഠത്തിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരു വാക്ക് കിട്ടിയാൽ ഇതിന്റെ 3 അക്ഷരം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ നമ്മൾ പഠിക്കണമെന്ന് നോക്കിയാൽ അതിന്റെ അർത്ഥം കിട്ടും. രണ്ടാമതൊരു വാക്ക് ചോദിച്ചിരിക്കുന്നത് തമന്ന എന്നാണ്. ആരെ എഴുതിയിട്ടപ്പോഴത്തേക്ക് അതില് തമന്ന ഒക്കെ ഒരുമിച്ചിട്ടുണ്ട്. അപ്പൊ ഇടുന്ന ആൾ എന്ത് ചെയ്യണം? ആ പദം എന്താണെന്ന് നോക്കണം. ആ പദം എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കുന്നത്. അതിനാണ് നമ്മൾ ഒരു വാക്ക്, ആ വാക്ക് തന്നെ എടുത്തെഴുതിയല്ലേ വേണ്ടത്. തമന്നഉൽ മൗത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് ഒറിജിനൽ വാക്ക്? തമന്നൗ എന്നതാണ് ഒറിജിനൽ വാക്ക്. തദക്കറ ഗ്രൂപ്പാണ്. തമന്ന യതമന്ന, തമന്ന യതമന്ന എന്നതാണ് ഒറിജിനൽ വാക്ക്. ഫ എന്താണ്? അപ്പോൾ. ഇൻകാനത്തിലേക്ക് മുദ്ദാറുൽ ആഖിറത്തു ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫ, അപ്പോൾ. തമന്ന എന്ന് പറയുമ്പോ യാ അല്ല വരിക? യായാണ് വരിക. തദക്കറയില് റായാണ്. അത് ഗ്രൂപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. തദക്കറ ഗ്രൂപ്പ്. തമന്ന എന്ന് പറയുമ്പോൾ ഹദായുടെ പോലത്തെ യാ, ഹദായുടെ പോലത്തെ അലിഫ്. തമന്ന യതമന്ന. അത് എഴുതി തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തമന്ന യതമന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു. അൽമൗത്ത് ഇൻ കുന്തും സാദിഖീൻ. അടുത്ത വാക്ക് അഹ്റസ്. അഹ്റസ്. ഇവിടെ ഒരാളുടെ ഇതാണ് ഞാൻ വായിക്കുന്നത്. ഒരാൾ എഴുതിയിട്ടിരിക്കുന്നതാണ് വായിക്കുന്നത്. അഹ്റസ്. തമന്നഉൽ മൗത്ത് ഇൻ കുന്തും സാദിഖീൻ വലൻ യതമന്നഉൽ മൗത്ത് വലൻ യതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് അയ്ദിഹിം വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ ലതജിദന്നഹും അഹ്റസ്. അഹ്റസ്. അപ്പൊ ഹറസ, ഹറസ. ഹറസ യഹ്രിസു എന്ന് പറഞ്ഞാൽ തീവ്രമായി ആഗ്രഹിച്ചു. ഇഷ്തദ്ദത്ത് റഗ്ബത്തുഹു. ഇസ്തദ്ദത്ത് റഗ്ബത്തുഹു എന്നാണ് എഴുതി തന്നിരിക്കുന്നത്. ഇസ്തദ്ദത്ത് റഗ്ബത്തു. റഗ്ബത്ത് ആഗ്രഹം. ഇസ്തദ്ദത്ത് കഠിനമായി, തീവ്രമായി ആഗ്രഹിച്ചു എന്നാണ് ഹറസ. അപ്പൊ ഹറസയുടെ കർത്താവ് എന്താണ്? ഹാരിസ്. സീനല്ല, സീനിട്ടാൽ ഹാരിസ് എന്താവും? കാവൽക്കാരനാവും. ഇവിടെ ഹാരിസ്. അതിന്റെ സൂപ്പർലേറ്റീവ് ആണ് അഹ്റസ്. ഹറസ യഹ്രിസു, കർത്താവ് ഹാരിസ്. ഹാരിസ് എന്നുള്ള പേരിന് സ്വാദ അല്ല, ഹാരിസ് എന്ന പേര് സീനും വരും. സ്വാദിട്ടാൽ എന്തായി? തീവ്രമായി ആഗ്രഹിക്കുന്നതിനായി. ഹാരിസ് സീനുണ്ട്, കാവൽക്കാരൻ. പിന്നെ ഹാരിസ് സായുണ്ട്, കൃഷിക്കാരൻ. ഇവിടെ ഹറസ തീവ്രമായി ആഗ്രഹിച്ചു. അതിന്റെ കർത്താവ് ഹാരിസുൻ. അതിന്റെ സൂപ്പർലേറ്റീവ് ആണ് അഹ്റസു. അഹ്റസു സൂപ്പർലേറ്റീവ് വരുമ്പോൾ ഒരു ലമ്മ ഉണ്ടാവുള്ളൂ. ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവൻ. അപ്പൊ എന്താ പറഞ്ഞത്? അഹ്റസന്നാസി.
തീവ്രമായി ജനങ്ങളിൽ തീവ്രമായി ആഗ്രഹിക്കുന്നത്. അലാ ഹയാത്തിൻ പിന്നെന്താ വാക്ക്? യുഅമ്മറു. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു. അപ്പൊ അമ്മറ യുഅമ്മിറു സബ്ബഹ യുസബ്ബിഹു എന്നായതുകൊണ്ട് പിന്നെ അതിന്റെ അപൂർണക്രിയ പറയേണ്ട കാര്യമില്ല. അമ്മറ സബ്ബഹ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന്റെ അപൂർണക്രിയ പറയേണ്ട കാര്യമില്ല. 3 അക്ഷരമുള്ളതാണെങ്കിലാണ് അപൂർണക്രിയ പറയേണ്ടത്. അമ്മറ യുഅമ്മിറു. അമ്മറ എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ആശ ജമനൻ തൊവീലൻ. മനസ്സിലായോ എന്റെ അർത്ഥം? ആശ ജമനൻ തൊവീലൻ, ദീർഘനാൾ ജീവിച്ചു. ഒരു വാക്ക് പഠിക്കുമ്പോൾ വേറൊരു വാക്ക് കൂടെ പഠിക്കണം. കുറെ ആയുസ് നോക്കി കൊടുക്കാം. ഏത്? ആയുസ് നോക്കി. ആ ആയിഷയല്ല, ആയുസ്. ആയുസ്. അമ്മറ ജമനൻ, ആശ ജമനൻ തൊവീലൻ, ദീർഘകാലം ജീവിച്ചു എന്നാണ്. അപ്പൊ അമ്മറ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കർമ്മപ്രയോഗമായി. അമ്മറ യുഅമ്മിറു. യുഅമ്മറു ദീർഘിപ്പിക്കപ്പെടുക. പിന്നെ ഒരു വാക്ക് നബദ. നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു. അതേപോലെ കരാർ ലംഘിച്ചു. അപ്പൊ കരാറ് വളരെ മോശമായ രീതിയിൽ ലംഘിക്കുന്നതിന് എന്ത് വാക്ക് പറയും? നബദ എന്ന വാക്ക്. അതിലുള്ള വരുന്നല്ലോ, ഇവരെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എവിടെ നബദ? ആരോ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് അറിയില്ല. നിങ്ങൾക്ക് അതുപോലില്ലായി മലായിക്കത്തിഹി വറസുലിഹി വജിബ്രീൽ അവകുല്ലമ അഹദു അഹ്ദൻ നബദഹു. 100-ാമത്തെ ആയത്തില് അവകുല്ലമ, ചില ആരോ ഒരാൾ അവകുല്ലമ ചോദിച്ചിട്ടുണ്ട്. അവകുല്ലമ എന്തെങ്കിലും വന്നതാ? ആ വേറെ വാ വേറെ, കുല്ലമ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലെല്ലാം. ഓക്കെ. നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു. നബദ ഈ സൂറത്തിൽ തന്നെ വേറെ എവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി വരും. അപ്പൊ അവിടെ അതിന്റെ മറ്റൊരർത്ഥം കൂടി മനസ്സിലാവും. ഇവിടെ തന്നെ ഉണ്ട്, അടുത്ത ആയത്തിലുണ്ട് നബദ. അപ്പൊ അതിന്റെ അർത്ഥം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി പറയാത്ത വാക്ക് വല്ലതും ഉണ്ടോ? വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്. ബിമുസഹ്സിഹി എന്നൊക്കെ ചോദിച്ചെന്തിനാ? ആരാ ചോദിച്ചത്? അപ്പൊ സഹ്സഹ, അപ്പൊ ബി ഫ അതുപോലുള്ള വാക്കൊക്കെ അത് വേറെയുള്ള വാക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പോൾ നിങ്ങളെ മെന്ററായിട്ട് വരുന്നത് അറബി പഠിച്ചിട്ട് വരുന്ന ആളാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ച ആളാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോ അറബി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പൊ നമ്മളെ ഉള്ളുകളി കളയരുത്. നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുള്ളത് ബോധ്യം വേണം. അപ്പൊ ബി ഫ ആ വാ ഇതെല്ലാം കളഞ്ഞിട്ട് പദം മാത്രമേ ചോദിക്കാവൂ. പറ്റുമെങ്കിൽ ആ പദത്തിന്റെ പൂർണ്ണക്രിയ ചോദിച്ചാൽ അത് ഏറ്റവും നന്നായിരിക്കും. അല്ലെങ്കിൽ ആ പദം അങ്ങനെ തന്നെ ചോദിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിലുള്ള അപ്പുറം ഇപ്പുറം വേറെ എന്തെങ്കിലും ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ചോദിക്കാൻ. ഇപ്പൊ ഇവിടെ എന്താ? ബി മുസഹ്സിഹി കഴിഞ്ഞിട്ട് നീട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. ആയും ഇതില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മുസഹ്സിഹി എവിടെയാ ഉള്ളത്? യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹി. അപ്പൊ അവിടെ മുസഹ്സിഹി കഴിഞ്ഞിട്ട് പിന്നെ എന്തില്ല? യായൊന്നുമില്ലല്ലോ. ബി അപ്പുറത്തെ ബി ഇതിലുള്ളതുമല്ല.
മുസഹ്സിഹ് ആണ്, മുസഹ്സിഹുൻ ആണ് ശരിയായ പദം. അപ്പൊ സഹ്സഹ എന്ന് പറഞ്ഞാൽ അകറ്റി. ജഹ എന്നല്ല മാളി അതിന്റെ പൂർണ്ണക്രിയ. അത് എഴുതി തന്നിട്ടുണ്ട് സഹ്സഹ. ക്ലാസ് കയറുന്നതിന് മുമ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും അങ്ങനെയുള്ളതും കൂടെ നോക്കണം കേട്ടോ. സഹ്സ എന്ന് പറഞ്ഞാൽ അകറ്റി, ബഅദ എന്നാണ്. അപ്പൊ അതിന്റെ കർത്താവ് രൂപമാണ് മുസഹ്സിഹ്. മുസഹ്സിഹ് അകറ്റുന്നവൻ. ഓക്കെ, പിന്നെന്താ? തമന്ന അലിഫിട്ട് എഴുതിയിട്ടുണ്ട്. തമന്നൗ. തമന്നയുടെ അവസാനത്തെ അക്ഷരം അദായുടെ പോലത്തെ അലിഫാണ്. അഹ്റസ്, യഅമ്മർ, മുസഹ്സഹ്. അവ കുല്ലമായുടെ കാര്യം പറഞ്ഞു. കുല്ലമ എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിലെല്ലാം. കുല്ലമ മാത്രമേ ആ പദമുള്ളൂ, ആ വേറെ വാ വേറെ. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വേറെ എന്തെങ്കിലും വാക്കിന്റെ അർത്ഥമോ വ്യാകരണമോ കെട്ടിക്കൊടുക്കോ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി തീർന്നു. പിന്നെ നിങ്ങൾ സ്വന്തം മനസ്സിലാക്കിയാണ് വേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون മറന്നുപോയി. ഞാനിവിടെ നിർത്തിയപ്പോ കുറെ വാക്കുകളാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓതിയത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇടയ്ക്ക് നിന്ന് നമ്മൾ തജ്വീദ് പഠിപ്പിക്കുമ്പോ പറയുന്നത് ഒന്നോ രണ്ടോ വാക്ക് ചേർത്ത് ഓതണമെന്നാണ്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് അസഹ്യത ഇല്ലാത്ത രീതിയിലാണ് ആവർത്തിക്കേണ്ടത്. നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ് എന്നാണ് ഞാൻ വീണ്ടും എടുത്തത്, അല്ലേ? കാരണം അവിടെയാണ് ഒരു ക്രിയ വരുന്നത്. അപ്പോ അവിടെ ഒരു തൊട്ടടുത്തൊരു ക്രിയയോ അതുപോലെ എന്തെങ്കിലും സംഗതി ആശയം കൃത്യമായി മനസ്സിലാക്കി തരാനുണ്ടെങ്കിൽ അത് മുതലാണ് ആവർത്തിക്കുന്നത്. നമ്മൾ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്തുകൊണ്ടിരുന്നാലേ അങ്ങനെ ആവർത്തിക്കേണ്ടത് എവിടെ നിന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ് കിതാബ് അല്ലാഹി വറാഅ ളുഹൂരിഹിം വന്നപ്പോ നിന്ന് പോയെങ്കിൽ പിന്നെ വീണ്ടും കിതാബ് അല്ലാഹി വറാഅ ളുഹൂരി എന്നത് ഓതിയോണ്ട് എന്താ അർത്ഥം? മാഫി ഫായിദ, പ്രയോജനമൊന്നുമില്ല. പിന്നെ നമ്മൾ തജ്വീദിന്റെ നിയമം പാലിക്കാൻ വേണ്ടി രണ്ട് വാക്കും കൊണ്ട് അവിടെ നിർത്താൻ പാടില്ല, അവിടെ രണ്ട് വാക്കും കൂടി ചേർത്ത് വെൽഡ് ചെയ്യാൻ വേണ്ടി ചേർത്താണെന്ന് പറയും. അങ്ങനെയല്ല, ആശയം മനസ്സിലാകുന്ന രീതിയിലാണ് രണ്ടാമത് ആവർത്തിച്ച് ഓതേണ്ടത്. അത്
ഈ അന്ധമായി വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓതുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ വാക്ക് എടുത്ത് ഓതണം എന്ന് ആൾക്കാരെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോകും. ഓക്കെ. ലിങ്കാനത്തിലേക്ക് മുദ്ദ അവിടെ അല്ലേ? തന്നെയാണ്. 94. ലിങ്കാനത്തിലേക്ക് മുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതൻ. നിങ്ങൾക്കാണ് പരലോകം ഖാലിസതൻ മാത്രമായിട്ട്, തനിച്ചായിട്ട്, മിൻദൂനിന്നാസ് ജനങ്ങളെ കൂടാതെ, മറ്റൊരു ജനങ്ങൾക്കും ഇല്ലാതെ നിങ്ങൾക്ക് മാത്രമാണ് പരലോക ജീവിതം എന്നായിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ ചിന്താഗതി, അങ്ങനെയാണെങ്കിൽ തമന്നൗ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തമന്നൗ, ആഗ്രഹിച്ചുകൊള്ളുക, അൽ മൗത്ത്, മരണത്തെ. നിങ്ങൾക്ക് മാത്രമാണ് പരലോക ജീവിതം, സുഭിക്ഷമായ സന്തോഷപ്രദമായ പരലോക ജീവിതം. എങ്കിൽ നിങ്ങൾ മരിക്കാൻ കൊതിച്ചോളി. ഞങ്ങൾ മരിച്ചോളെ, ഞങ്ങളെ മരിപ്പിക്കണേ എന്നൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമല്ലോ. അങ്ങനെ എന്താണ് നിങ്ങൾ ചെയ്യാത്തത് എന്നാണ്. ഇൻകുന്തും സ്വാദത്ത്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഇത് സൂറത്ത് ജുമായിലും പറയുന്നുണ്ട്. അവിടെ എന്താ പറയുക? കൊള്ളിൻകാലത്തിലേക്ക് മുദ്ദാറുള്ള تمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم അവിടെ വലായത്തമന്നവനുഹും, الله അവരെന്ത് ولي ചെയ്യില്ല? الله. അവരാഗ്രഹിക്കുകയില്ല. അപ്പൊ അവര് ഞങ്ങൾക്ക് പരലോക സ്വർഗം ഞങ്ങൾക്കാണുള്ളത്, പരലോക ജീവൻ ഞങ്ങൾക്കാണ് അവിടെ സന്തോഷം ഒക്കെ ഉള്ളതെന്ന് അവർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? അത് വെറും പൊള്ളത്തരമാണ്. അവർ തന്നെ അതിൽ വിശ്വസിക്കുന്നില്ല. അവരതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മരിക്കാൻ കൊതിക്കട്ടെ, മരിച്ചാൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമല്ലോ. അങ്ങനെ അവര് മരിക്കാൻ കൊതിക്കുകയില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? വലയ്യ തമന്നൗഹു അബദൻ. അവിടെ ലാ വന്നതുകൊണ്ടാണ് തമന്നൗന എന്ന് പറഞ്ഞത് ജുമായില്. അവിടെ ലാ എന്താ? ഇവിടെ ലെൻ വരുമ്പോൾ നെസ്ബ് ചെയ്യുന്നത് കൊണ്ട് അവസാനത്തെ അഫ്ആൽ ഖംസയിലെ നൂന് പോകും. ഇവിടെ ലാ വരുന്നിടത്ത് നൂന് പോകില്ല. ഇവിടെ ലെൻ വന്നുകൊണ്ട് നൂന് പോകും. അപ്പോൾ എന്ത് വന്നു? ലൻ യതമന്നൗഹു, നാ പോയി, യതമന്നൗഹു, ലൻ യതമന്നൗഹു, അവർ അതിനെ ആഗ്രഹിക്കുകയില്ല, മരിക്കാൻ ആഗ്രഹിക്കുകയില്ല. അബദൻ, നാ പറയവർ, ഒരിക്കലും ആഗ്രഹിക്കുക. അബദൻ എന്തുകൊണ്ടാ ഒരിക്കലും എന്നർത്ഥം വന്നത്? ഖാലിദീന ഫീഹാ അബദൻ എന്താ അർത്ഥം? എപ്പോഴും. എപ്പോഴും, എല്ലാവരും. ഇവിടെ ഒരിക്കലും. ലെൻ വന്നതുകൊണ്ടല്ലേ? ലെൻ എത്തമന്നു. നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും, നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും, പോസിറ്റീവ് ആണെങ്കിൽ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ എന്താന്നു. അലയതമന്നഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ അവരുടെ കരങ്ങൾ മുന്തിച്ചത് അതൊന്നുകൂടി കാരണം. പറഞ്ഞു ഉസ്താദേ. വലൻ അബദൻ നെഗറ്റീവ് ആവുമ്പോ അബദൻ ഒന്നും പറഞ്ഞില്ല. ലൻ യതമന്നഹു അബദൻ, ഒരിക്കലും അവർ ആഗ്രഹിക്കുകയില്ല. ഖാലിദീന ഫീഹാ അബദൻ, അവരവിടെ എന്നെന്നും താമസിക്കും. അന്ന് നമ്മൾ പഠിപ്പിച്ചപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട് അബദൻ വരുന്ന രണ്ടർത്ഥം വരും എന്ന്. അബദൻ ഒരിക്കലും ഇല്ല എന്ന് വരും, എന്നെന്നും എന്ന് വരും. അപ്പൊ എപ്പോഴും എന്നെന്നും എന്ന അർത്ഥം വരുമ്പോൾ അവിടെ ലെന്നും ലായും ഒന്നും ഉണ്ടാവില്ല. ഇല്ല എന്ന് പറയുന്നിടത്ത് വരുമ്പോൾ ഒരിക്കലും ഇല്ല എന്നാണ് അബദൻ വരുന്നത്. ഓക്കെ. ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ എന്തുകൊണ്ടാണ് മരണം ആഗ്രഹിക്കാത്തത്? ബിമാ ഖദ്ദമത് ഐദീഹിം, ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചു. ഖദ്ദമത് ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചു വെച്ചത്, ചെയ്തു കൂട്ടിയത് കാരണമായി അവരെ കയ്യിലിരിപ്പെന്ന് നമ്മൾ പറയില്ലേ, അവരെ കയ്യിലിരിപ്പ് കാരണം അവരത് ആഗ്രഹിക്കില്ല.
അള്ളാഹു അലീമും ബിൽവാലിമീൻ, അക്രമികളെ കുറിച്ച് അള്ളാഹ് നന്നായി അറിയുന്നവനാണ്. വലതജിദന്നഹും അഹ്റസന്നാസി, വലതജിദന്നഹും തീർച്ചയായും നിനക്ക് അവരെ കാണാൻ പറ്റും. അപ്പൊ ലതജിദന്ന ലയുമ്പ തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിയയുടെ അവസാനത്തിൽ ഇന്നവരും നാമത്തിലാണ് വരുന്നതെങ്കിൽ, നാമവാക്യത്തിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാമത്തിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ ഇന്ന മുമ്പേ വരും. ക്രിയയിലാണ് വരുന്നതെങ്കിൽ ക്രിയയുടെ കൂടെ ചേർത്ത് ഒരു ശബ്ദമുള്ള നാ വരും. അതാണ് തീർച്ചയായും എന്ന അർത്ഥത്തിലുള്ള ന. ലാതജിദന്ന, വജദ യജിദു എന്നാണ് വന്നിരിക്കുന്നത്. വജദ, വജദു, വജത്ത, വജത്തും, വജത്തു, വജദിന, യജിദു, യജിദൂന, തജിദു, തജിദൂന. അപ്പൊ തജിദു എന്നാണ് വാക്ക്. പിന്നെ അവിടെ ഊന്നി പറയാൻ വേണ്ടി എന്ത് ചെയ്തു? ലായും ചേർക്കും, ക്രിയയുടെ അവസാനം ശബ്ദയുടെ ന്യായം ചേർക്കും. ലതജിദന്ന, ലതജിദന്ന. അപ്പോൾ നാ ചേർക്കുമ്പോൾ യജിദു, തജിദു എന്നതിന്റെ ലമ്മ് പോയിട്ട് ഫത്തഹാണ് വരിക. ലതജിദന്ന. അപ്പൊ അത്തരം ഊന്നിപ്പറയാനുള്ള ഞാൻ വന്നിരിക്കുന്ന ക്രിയകൾ കണ്ടെത്തി എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിലിടാം. ഈ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഊന്നിപ്പറയാനുള്ള എംഫസൈസ് ചെയ്യാനുള്ള ഞാൻ ക്രിയയോടൊപ്പം വന്നിരിക്കുന്നത് അത് കണ്ടെത്താം. ലതജിദന്ന അപ്പം ലൈയത്തമന്നു എവിടെ എഴുതി കളയും? കണ്ടെത്താനപ്പം അറിയാത്ത കണ്ടെത്താൻ കഴിയില്ല. കണ്ടെത്തുമ്പോൾ നിങ്ങൾ കുറെ വായിച്ചാൽ മതി. സെർച്ച് ഒന്നും ചെയ്തതിന് കുഴപ്പമില്ല, കുറെ വായിക്കുക. അങ്ങനെ മുമ്പുള്ള പണ്ഡിതന്മാർ ചെയ്തിരുന്നത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിഷയം അവർക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ വിഷയം വെച്ചുകൊണ്ടാണ് വായിക്കുക. അപ്പൊ ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടും. അപ്പൊ നമ്മള് ക്രിയയുടെ അവസാനം നാ വരുന്നത് കാണാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഊന്നിപ്പറയാനുള്ള നായാണെന്ന് കൂടെ നോക്കണം. ഇവിടെ തമന്ന പോലുള്ള വാക്കൊന്നും എഴുതി കളയും. അതെന്താണ്? തമന്നയൊക്കെ അതിലുള്ള നായാണ്. അപ്പൊ അത് കണ്ടെത്തുക. അപ്പൊ നമുക്ക് വേറെ ഒരുപാട് പ്രയോജനം കിട്ടും, ഒരുപാട് വായിക്കും. അപ്പൊ ശ്രദ്ധിച്ചാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചാല് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. അതേപോലെ ശ്രദ്ധിച്ച് വായിച്ചാൽ എവിടുന്ന കിട്ടാനല്ല മനസ്സിലായി. ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടും, ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടും, ഖുറാനിൽ നിന്ന് കിട്ടും. ശ്രദ്ധിച്ച് വായിച്ചാൽ 2 പ്രയോജനമുണ്ട്, 3 പ്രയോജനമുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഉദ്ദേശം നമുക്ക് സഫലമാകും. നമ്മൾ എന്താണോ തിരയുന്നത് അത് കിട്ടും. 2, ശ്രദ്ധിച്ച് വായിക്കുന്നതുകൊണ്ട് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. 3, ശ്രദ്ധിച്ച് വായിക്കുന്നവൻ പരലോകത്ത് മലക്കളോടൊപ്പമായിരിക്കും. ഹദീസ് പറയുന്നില്ലേ? എത്ര പേജ് വായിക്കണം? ഇഷ്ടം പോലെ വായിച്ചോളും. ഖുറാൻ 604 പേജ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് വായിച്ചു, കുഴപ്പമില്ല. നമ്മൾ നോവലൊക്കെ ഒറ്റ എഴുതി വായിച്ചു ചേർക്കുന്നു. 604 കിതാബ് വായിക്കാൻ എത്ര സമയം വേണം? നോവൽ, ഷോർട്ട് സ്റ്റോറി, 2-3 മാസം വേണ്ടി വരും. മാഗസിൻ, പത്രമൊക്കെ ആദ്യം മുതൽ അവസാനം വരെ അടിച്ചു പറക്കും. പത്രം കുറച്ച് വായിക്കണം. പത്രത്തിൽ വായിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നെന്താ വായിക്കേണ്ടത്? ഇന്നത്തെ വാർത്ത എന്താ? എന്താ നിങ്ങൾ വായിച്ചത്? ഇന്ന് പത്രത്തിൽ എന്ത് വായിച്ചു? അവിടെ നദീസ മരിച്ചു, ഇവിടെ അബ്ദുൽ ഖാദർ മരിച്ചു. അബ്ദുൽ ഖാദർ എത്ര മക്കളുണ്ടായിരുന്നു? മരുമക്കളുടെ പേരെന്താണ്? നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉണ്ടോ? അതൊന്നും നമ്മൾ വായിക്കേണ്ടതല്ല. നമ്മൾ വായിക്കേണ്ടത് ട്രംപ് വന്നു, എന്തിനു വന്നു, സിറിയയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, പലസ്തീനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, അവർ കൈ കൊടുത്തു, ആർക്കൊക്കെ കൈ കൊടുത്തു, ആരൊക്കെ കൈ കൊടുത്തു, ആർക്കൊക്കെ കൈ കൊടുത്തു, ആരെയൊക്കെ മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മീറ്റ് ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇന്നത്തെ നാളത്തെ ന്യൂസ് അതാണ്. പിന്നെ നാളത്തെ വേറെ ന്യൂസ് വരാൻ പോകുന്നു. നദീജല കരാർ എന്ത് സംഭവിച്ചു, നദീജല കരാറിന് എന്ത് സംഭവിച്ചു, എന്ത് സംഭവിക്കാൻ പോകുന്നു. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു തീരുമാനമെടുത്തിട്ട് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉരുത്തിരിഞ്ഞു വരും. ആ ഉരുത്തിരിഞ്ഞു വരുന്ന ഐഡിയ ആണോ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യും.
നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യും, മെമ്മറി വർക്ക് ചെയ്യും. പിന്നെ ഖുറാൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ചിന്തോദ്ദീപകങ്ങളാണ് ഖുറാനിൽ വരുന്നതൊക്കെ. ഖുറാനിൽ വരുന്ന ചിന്തോദ്ദീപകമായ കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ അവിടെ ആക്സിഡന്റ് നടന്നു, എത്ര പേര് മരിച്ചു, ഏത് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി, ഇതെല്ലാം നമുക്കറിയേണ്ടത്. ആക്സിഡന്റിന്റെ കാരണം എന്താണെന്ന് പറയുന്നത് അത് മാത്രമേ വായിക്കേണ്ടേ ഉള്ളൂ. ആക്സിഡന്റ് കാരണം എന്താണ്, അയാൾ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു, രക്തന്മാർന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ രക്തം എല്ലാവർക്കും പോകുന്നുണ്ടല്ലോ. അയാള് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ അരക്കുപ്പി ബ്ലഡ് കൊടുക്കുന്നുണ്ട് അല്ലെ? 200 മില്ലി അല്ലെങ്കിൽ 250 മില്ലി, 400 മില്ലി, 300 400 മില്ലി ഇടയ്ക്ക് മില്ലി ബ്ലഡ് നമ്മൾ കൊടുക്കും. അപ്പൊ 300-400 മില്ലി ബ്ലഡ് നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ മരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ രക്തം വാർന്ന് മരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട സംഭവങ്ങൾ. അപ്പൊ അതേപോലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഖുറാൻ വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് വായിച്ചാൽ, പത്രങ്ങളിലും മാഗസിനൊക്കെ കുറച്ച് വായിച്ചാൽ മതി. ഖുറാൻ ഒരുപാട് വായിക്കണം. കാരണം ഖുറാനിലെ ഓരോ വരിയിലും എന്തുണ്ട്? ഖുറാനിൽ ഫിലോസഫി ഇല്ലെന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഓരോ വരിയിലും ഫിലോസഫികളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ഫിലോസഫിയാണ്. പക്ഷേ ആ ഫിലോസഫിയിലേക്ക് ചിന്തിക്കാത്ത ആൾക്കാർക്ക് അത് സാധാരണ കാര്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്നവർക്ക് വേറെ വലിയ ഫിലോസഫികൾ അതിലുണ്ട്. ഫിലോസഫി അല്ലാത്തവർ ചിന്തിക്കുന്നവരുമായി ഇത് ബെനീസ്വാലിയാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് ബാധകമല്ല എന്ന് വിചാരിക്കും. നമുക്കും ബാധകമാണ്. ബ്രെയിൻ എക്സർസൈസിന്റെ ലിങ്ക് ഇട്ട് തരാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ വിതിൻ 24 hours ചോദിക്കണം. അല്ല, അത് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ അടുത്ത നേരം വെളുത്ത വേറെ പണിയാണ്. അതുകൊണ്ട് പിന്നെ അതങ്ങ് മറന്നു പോകും. അടുത്ത് ചോദിച്ചു വായിക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ബ്രെയിനെ കുറിച്ച് ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞല്ലോ, ബ്രെയിൻ എക്സസൈസ് തരും. അപ്പോഴാണ് ഓക്കെ. അപ്പൊ ലതജിദന്ന ലയുംബദന്ന അതേപോലുള്ള വാക്കുകൾ നമുക്ക് കണ്ടെത്താം അതില്. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രിയയിലുള്ള ന്യായമല്ല, ഇത് തീർച്ചയായും അർത്ഥത്തിലുള്ള ന്യായമാണ്. അതിന്റെ കൂടെ തുടക്കത്തിൽ മിക്കവാറും ലാ ചേർന്ന് വരും. തുടക്കത്തിൽ ലാ ചേർന്ന് വരും. ഇന്ന വരുന്നിടത്ത് ഇന്നൽ ഇൻസാന ല ഫിയ ഖുസർ, അത് കുറെ കഴിഞ്ഞിട്ട് ലാ ഉണ്ടാവും. ഇവിടെ ക്രിയേറ്റ് അതിന്റെ തുടക്കത്തിൽ അവിടെ ഉണ്ട്, അതിന്റെ അവസാനം ഇന്നയുണ്ടാവും. ഇത്രയും വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ലാ തുടക്കത്തിലുണ്ടാവും, അവസാനം ഇന്ന ഉണ്ടാവും. വായിച്ചു നോക്ക്, കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഖുറാൻ മനസ്സിലാക്കി വായിക്കാനുള്ള ട്രെയിനിങ്ങും കിട്ടും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഖുറാൻ മനസ്സിലാക്കാതെ വായിച്ചു പോകുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഓക്കെ. ലതജിദന്നഹും, തീർച്ചയായും നിനക്ക് കാണാൻ പറ്റും. എന്തായിട്ട് കാണാൻ പറ്റുന്നത്? അഹ്റസന്നാസി, അത്യാർത്തിയുള്ളവർ, ജനങ്ങളിൽ അത്യാർത്തിയുള്ളവരായിട്ട്. അഹ്റസൻ നാസി, അഹ്റസും നാസും. അഹ്റസൻ നാസി കെസർ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതിന് ഇളാഫത്ത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മുളാഫ് ഇലൈഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആശയം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അഹ്റസൻ നാസ് എന്ന് പറയും ജനങ്ങളിൽ ആർത്തിയുള്ളവൻ. അതിലേക്ക് ഇളാഫത്ത് ചെയ്തു. അഹ്റസിന് ഇലാ നാസ്, അതിലെ നാസിലേക്ക് ഇളാഫത്ത് ചെയ്തു. നാസിലേക്ക് ഇലാ, അപ്പം ഇലൈഹിയാണത്. കേട്ടാ? അല ഹയാത്തിൻ, ഇവിടെ അലൽ ഹയാത്ത് എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ? അലാ ഹയാത്ത്. അഹ്റസന്നാസി അലൽ ഹയാത്തി, ജീവിക്കാൻ അവർ ഏറ്റവും ആർത്തിയുള്ളവരാണ് എന്ന് അൽ ഹയാത്ത് എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? അലാ ഹയാത്തിൻ. പാലില്ലാതെ വരുമ്പോ ഒരു എന്താ പറയാ, ഒരു കുറഞ്ഞ തരത്തിലുള്ള, വിലയില്ലാത്ത തരത്തിലുള്ള, പരിഗണനീയമല്ലാത്ത തരത്തിലുള്ള ഒരു സംഭവത്തിന് എന്റെയും അൽ ഇല്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ഇവിടെ അലാ ഹയാത്തിന് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉള്ള ഒരു ജീവിതം, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമെന്ന് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ആഗ്രഹിക്കുന്നുള്ളൂ. മറിച്ച് നിലവാരമുള്ള, സംസ്കാരമുള്ള, വിലമതിപ്പുള്ള, മൂല്യവത്തായ ഒരു
ജീവിതം നയിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ കയ്യിരിപ്പ് അങ്ങനെയാണ്. അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ. അപ്പോ വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ. ഹയാത്തിനുള്ളടത്ത് എന്താ ഒരു വാവ്? വാവ് അതെന്താണ്? ഹയാത്തിന് ഒരു വാവുണ്ട്. ഹയാത്ത് ഒറിജിനലി വാവിട്ടാണ് എഴുതുക. അപ്പൊ വാവിന്റെ മുകളിൽ അലിഫിട്ടിരുന്നാൽ, നേരെ മുകളിൽ അലിഫിട്ടിരുന്നാൽ അത് വാവ് അലിഫിന്റെ സ്ഥാനത്താണ്. വാവിന് ഉച്ചാരണമില്ല. പക്ഷെ എഴുത്ത് വാവിലാണ്. അലിഫാണ് ഉച്ചരിക്കേണ്ടത്. ഹയാത്ത് എന്നാണ് വായിക്കേണ്ടത്. എഴുത്ത് ഹയൂത്ത് എന്നാണ്. അതുകൊണ്ടാണ് വാവിട്ട് എഴുതുന്നത്. ഹയാത്ത്. സ്വലാത്തിനൊക്കെ അങ്ങനെയുണ്ട്. സ്വലാത്തിനും അങ്ങനെയുണ്ട്. പിന്നെ അതിന്റെ നിയമം മാറി വരുന്ന സംഭവങ്ങളും ഉണ്ട്. അൻ സ്വലാത്തിഹിം എന്ന് പറയുന്നത് എന്തില്ല? വാവില്ല. സ്വലാത്തില്ല, അലിഫാണുള്ളത്. സ്വലാത്ത് മാത്രം എഴുതുമ്പോൾ സ്വലൂത്ത് എന്നാണ് എഴുതുന്നത്, സ്വലാത്ത് എന്നാണ് വായിക്കുന്നത്. അതേപോലെ ഹയൂത്ത് എന്നാണ് എഴുതുന്നത്, ഹയാത്ത് എന്നാണ് വായിക്കുന്നത്. ജക്കാത്തും അങ്ങനെ തന്നെയാണ്. അപ്പോ അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നത്. വമിനല്ലദീന അശ്റകൂ അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ. അപ്പോ അല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിലും അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. മിനല്ലദീന അശ്റകൂ. മിനല്ലദീന അശ്റകൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്റസന്നാസി അലാ ഹയാത്തിൻ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ആർത്തിയുള്ളവരാണ് അവർ. അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജീവിതത്തിന് വേണ്ടി. പിന്നെ അഹ്റസന്നാസി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ആർത്തിയുള്ളവൻ. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവവിശ്വാസികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെക്കാളും, അതിനേക്കാളും. അന അഹ്സൻ മിൻഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനേക്കാൾ ഉത്തമൻ. അപ്പം അഹ്റസ് ആണ് മിനല്ലദീന അശ്റകൂ. ബഹുദൈവ വിശ്വാസികളെക്കാളും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് കിട്ടണം എന്ന ആർത്തിയുള്ളവരാണ് ഈ അഹ്ലു കിതാബുകാര്. യബദ്ദു അഹദുഹും, അവരൊരാൾ ആഗ്രഹിക്കും. വദ്ദ യബദ്ദു, ആഗ്രഹിച്ചു. യബദ്ദു അഹദുഹും, അവൻ ഒരാൾ ആഗ്രഹിക്കും. ലൗ യുഅമ്മറു, ആയുസ് നീട്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. അൽഫസന, 1000 വർഷം ആയുസ് നീട്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് അവരൊരാൾ വിചാരിക്കുന്നത്. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അൻ യുഅമ്മർ എന്താണ്? അന്ന് വന്നിട്ട് അതിന്റെ കൂടെ അപൂർണ്ണക്രിയ വന്നാൽ ക്രിയാധാതുവിന്റെ അർത്ഥം. അൻ യുഅമ്മർ, ആയുസ് നീട്ടപ്പെടുക എന്നത്, ആയുസ് നീട്ടപ്പെടുക എന്നത് എന്തല്ല? വമാഹുവ ബിമുസഹ്സിഹിഹി, അവനെ അകറ്റുന്നതല്ല. മിനൽ അദാബി, ആയുസ് നീട്ടപ്പെടുക എന്നത് ശിക്ഷയിൽ നിന്നും അവനെ അകറ്റുന്നതല്ല. ആയുസ് നീട്ടിയത് കൊണ്ട് എന്താ ഫലം? അവന് ശിക്ഷ, അവന്റെ കയ്യിലിരിപ്പനുസരിച്ച് അവന് ശിക്ഷ കിട്ടും. അപ്പൊ അതുകൊണ്ട് വമാഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, ആയുസ് നീട്ടപ്പെടുക എന്നത് അവനെ ശിക്ഷയിൽ നിന്നും അകറ്റുന്നതല്ല. വല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ, അല്ലാഹ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി കാണുന്നവനാണ്.
قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. قل പറയൂ من كان عدوا لجبريل, ജിബ്രീലിനോട് ശത്രുതയുള്ളവൻ, ആർക്കെങ്കിലും അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ, അതിനാണ് വിശദീകരണം പറയാനാണ് ഇടയ്ക്ക്. എന്തിനാ ശത്രുത ഉണ്ടായത്? ഇന്നഹു നസ്സലഹു അലാ ഖൽബിക, ജിബ്രീലാണ് താങ്കളുടെ ഹൃദയത്തിലേക്ക് അതിന് ഇറക്കി തരുന്നത്. നസ്സലഹു എന്ന് പറഞ്ഞാൽ നസ്സല ഹാദിൽ ഖുർആന, ഈ ഖുർആനിനെ ഇറക്കി തരുന്നത്, അള്ളാഹിൽ നിന്നും ഇറക്കി തരുന്നത്, താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇറക്കി തരുന്നത് ജിബ്രീലാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് ഇത്രയും തത്വചിന്താപരവും കാര്യമാത്ര പ്രസക്തവും അതേപോലെ ചരിത്ര പ്രാധാന്യമുള്ളതും ചരിത്രത്തെ വ്യക്തമാക്കി തരുന്നതും കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതും നിയമങ്ങൾ അടങ്ങിയിട്ടുള്ളതും യുക്തിയും ഹിക്മത്തും അടങ്ങിയിട്ടുള്ളതും മൗഇദത്തും അടങ്ങിയിട്ടുള്ളതും അതേപോലെ ഈ ബനു ഇസ്രായേലുകാരുടെ പൊള്ളത്തരങ്ങൾ വ്യക്തമാക്കി തരുന്നതും അവരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും അവർ കിതാബില് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും അവർ മാറ്റിത്തെറ്റലുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നതും ഒക്കെ ആരാണ്? ജിബ്രീലിനോട് എന്ത് ചെയ്തു? അവർക്ക് ശത്രുത കൂടി. അതാണ് ഇവിടെ പറയുന്നത്. മൻകാന അദുവ്വൻ ജിബ്രീല, ജിബ്രീലിനോട് ശത്രുതയുള്ളവൻ. ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക, അദ്ദേഹമാണ് താങ്കളുടെ ഹൃദയത്തിൽ അതിനെ ഇറക്കി തരുന്നത്, അതിനെ ഇറക്കി തരുന്നത്. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ നബിയിലുള്ള ഖുർആൻ, അതേപോലെ നേരത്തെ പരാമർശിച്ചിട്ടുള്ളതായ ഖുർആൻ എന്നതിനെ കുറിച്ച് അള്ളാഹ് നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ ഖുർആനാണ് ഈ വരുന്നത് എന്ന അർത്ഥത്തിലും അതിനെ മറഞ്ഞ സർവനാമം കൊണ്ടാണ് ഉപയോഗിക്കുക. അതേപോലെ അതിന്റെ ഉന്നതിയും മഹത്വവും ഉദ്ദേശിച്ചുകൊണ്ടും അതിനെ ഉന്നതിയും മഹത്വവും അതിന്റെ ഉള്ളടക്കവും എന്താണ്? മഹത്തരമാണ്, അത് അത്യുന്നതിയിലാണ് എന്ന അർത്ഥത്തിലും മറഞ്ഞ സർവനാമം കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കല്. മറിഞ്ഞ സർവനാമം ഏതേനിയാ? മറഞ്ഞ സർവനാമം ഹു, അവൻ. നസ്സലഹു, അതിനെ ഇറക്കി, അതിനെ ഇറക്കി. എന്നിട്ട് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ എല്ലാവരും ഇതിനെ ഇറക്കി. അത് പരിഭാഷയുടെ പരിമിതിയാണ്. നമ്മള് പരിഭാഷപ്പെടുത്തുമ്പോൾ എന്തായിരുന്നു? ഇതിനെ ഇറക്കി. അള്ളാഹ് എന്ത് പറഞ്ഞു? നസ്സലഹു, അതിനെ ഇറക്കി. എന്തുകൊണ്ട് അത് എന്ന വാക്ക് ഉപയോഗിച്ചു? അത് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം നേരത്തെ തന്നെ അള്ളാഹ് എന്ത് ചെയ്തിരുന്നു? നിശ്ചയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഖുർആൻ ഇറക്കാൻ പോണെന്നത്. അത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം എന്ത് ചെയ്തു? ആ കിതാബിനെ ഇറക്കി തരുന്നു. ഒന്ന്. രണ്ടാമതൊരു വ്യാഖ്യാനം, അതിന്റെ ഉള്ളടക്കവും അതിന്റെ ഉള്ളടക്കവും അതിന്റെ ഉന്നതിയും മഹത്വവും, അതെ, അതിന്റെ ഉന്നതിയും മഹത്വവും പരിഗണിച്ചുകൊണ്ട് അത് എന്ന് പറയും. മൂന്നാമതൊരു വ്യാഖ്യാനം, ഇത് ലൗഹുൽ മഹ്ഫൂദിലാണ് ഇറക്കി ഉള്ളത്, അത് എന്താണ്? ഒന്നാം ആകാശത്താണുള്ളത്. അങ്ങനെയും അത് അതിനെ എന്ന് പറയും. അലാ ഖൽബിക ബിഇദ്നില്ല, അള്ളാന്റെ അനുമതിയോടുകൂടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചെയ്തത്. ബിഇദ്നില്ല, അള്ളാന്റെ അനുമതിയോടുകൂടി. അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വയിഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. മലക്കുകൾക്ക് ഒരു ദൗത്യം അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവര് സ്വന്തം ഇഷ്ടപ്രകാരമല്ല ചെയ്യുന്നത്. അവരെന്താണ്? അവര് ആ ദൗത്യം നിർവഹിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കാൻ അള്ളാഹ് എന്ത് ചെയ്യണം? കമാൻഡ് കൊടുക്കുക. ആ കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ചാണ് അവർ ആ ദൗത്യം നിർവഹിക്കുന്നത്. ഇതിലായി അള്ളാഹിന്റെ അനുമതിയോടുകൂടി മുസദ്ദിഖൻ. അപ്പൊ എന്താണത്? സത്യപ്പെടുത്തുന്നതായ നിലയിൽ, ഹാലാണ്. ലിമാ ബൈന യദൈഹി. എന്താ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ? ബൈന യദൈഹി, അതിന്റെ മുന്നിലുള്ളത് കേട്ടോ. അതിന്റെ മുന്നിലുള്ളതിനെ മുസദ്ദിഖ്, സത്യപ്പെടുത്തുന്നതായ നിലയിലാണ്. സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും പറയുന്നത്. ലിമാ ബൈന യദൈഹി വഹുദൻ, അത് ആയിട്ടുണ്ടാണ്, സന്തോഷ വാർത്ത ആയിട്ടുണ്ടാണ് മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. അല്ലാതെ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തിനാ അള്ളാഹ് ഇങ്ങനെ ഇറക്കി തന്നത്?
പിന്നെ അയിന് പറയണോ വൈന് പറയണോ എന്ത് പിന്നെ ലയിമ്പ തന്നെ ലറ്റജി തന്നെ ഇപ്പൊ ഒരു കടികട്ടിയായിട്ട് സംഭവം വന്നു. ഇനി ഉസ്താദ് ആര് വർക്കുന്നുണ്ട്, ആകെ കൂടി ഇടങ്ങേറായി. ഇടങ്ങേറാകാൻ വേണ്ടി അല്ല അള്ളാഹ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. എന്തിനാണ്? ബുശ്റാലിൽ മുഅ്മിനീൻ. നമുക്കറിയാം ഉമർ ഉമർ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം കേട്ട ഖുർആൻ എന്തായിരുന്നു? നീ എന്തിനല്ല, നീ ഒരു ഷഖിയ്യ് ദൗർഭാഗ്യവാനാകുന്നതിന് വേണ്ടിയല്ല നിനക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ദൗർഭാഗ്യമാണ്, ഇത് പഠിക്കണം, ഇതൊരു പ്രയാസമാണ്, ഇതൊരു കെട്ടിക്കൊടുക്കാണ്, ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഭാരത്തിന് മേൽ ഭാരം കെട്ടിത്തൂങ്ങി അവന്റെ കാലിൽ തൂങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ആകാൻ വേണ്ടിയല്ല. അത് കേട്ടിട്ടാണ് ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതാണ് ഖുർആൻ എന്ന് പറയുന്നത് സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. നമ്മൾ ഖുർആനെ ഒരു പ്രയാസകരമായിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല, മറിച്ച് ഖുർആൻ എളുപ്പമാണ്, ചിന്തിക്കാൻ എളുപ്പമാണ്, പാഠം പഠിക്കാൻ എളുപ്പമാണ്, പാഠം ഉൾക്കൊള്ളാൻ എളുപ്പമാണ്, വായിക്കാൻ എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. നമ്മളെന്ത് ചെയ്തിരിക്കുന്നു? നേരത്തെ തന്നെ പ്രയാസമാണ് എന്ന് വിചാരിച്ചു ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? മൂക്കടപ്പുണ്ടാകും, ജലദോഷം ഉണ്ടാകും, മറ്റ് പല സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ അതിനെ അലർജി എന്ന് പേരിടും. അലർജി യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മാതാവിന് എന്തുണ്ടായിരുന്നു? അപ്പൊ ഞാൻ ഈ അടുത്ത ഒരു ചില കുട്ടികളുടെ അലർജി പരിശോധിച്ചപ്പോഴത്തേക്ക് എന്താണ്, അവരുടെ മാതാവിന് ഈ വിഷയമുണ്ട്. ആ മാതാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ധരിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്, തണുപ്പ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്, വെള്ളം കൊണ്ടാലേ പനി ഉണ്ടാകും എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പൂർവ്വഗാമികളോ മുൻഗാമികളോ നമ്മളെ ഗ്രഹനാഥന്മാരോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്തിരിക്കുന്നു? ഖുർആൻ ഒരു ഭാരമാണ്, പ്രയാസകരമാണ് എന്ന് വിചാരിച്ചു വെച്ചുകൊണ്ടാണ് നമുക്ക് ഖുർആൻ മനസ്സിലാകുന്നത്. നമ്മൾ പണ്ട് തന്നെ ഒരു പേപ്പർ കിട്ടിയാൽ വായിച്ച് മനസ്സിലാക്കുന്നവരാണ് നമ്മളെ ഗ്രാൻഡ് മാ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളും ഖുർആൻ വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? ഹിന്ദി വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഹിന്ദി മനസ്സിലാകുന്നത്, അവർ പഠിക്കുന്ന പാഠങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ട്, ഇനി അറബിയാനോടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഖുർആൻ മാത്രം മനസ്സിലാവും. കാരണം നമ്മൾ ഖുർആൻ മനസ്സിലാകാതെ വായിക്കൊണ്ടിരിക്കും. എന്തായാലും ഹുദയാണ് ഖുർആൻ, അതേപോലെ സന്തോഷ വാർത്തയാണ്. എല്ലാം കൊണ്ടും ഖുർആനിൽ സന്തോഷ വാർത്തയാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. മൻകാന അദുവ്വല്ലില്ല എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ശത്രുതയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മൻകാന അദുവ്വല്ലില്ല, അള്ളയോട് ശത്രുത പുലർത്തുന്നവനാണെങ്കിൽ, ഏതെങ്കിലും ഒരുവൻ അള്ളയോട് ശത്രുതയുള്ളവനാണെങ്കിൽ, മലായിക്കത്തിഹി ലില്ലാഹി മലായിക്കത്തിഹി, മലക്കുകളോട്, വറുസുലിഹി അവന്റെ ദൂതന്മാരോട്, ജിബ്രീല ജിബ്രീലിനോടും, മീക്കാല പോലുള്ള മലക്കുകളോടും, അള്ളാഹ്ക്ക് ശത്രുതയുണ്ട്. അത് ആരോടാണ്? കാഫിറുകളോടാണ്. സത്യത്തെ നിഷേധിക്കുന്നവരെ, സത്യത്തെ മറച്ചു വെക്കുന്നവരോട് അള്ളാഹ്ക്ക് ശത്രുത, അല്ലാതെ ആരോടും അള്ളാഹ്ക്ക് ശത്രുത. ഇതിലേക്ക് ആയാത്തിൻ ബയ്യിനാത്ത് അറച്ചു മണിക്കണം. ആയാത്തിൻ ബയ്യിനാത്ത് ഇറക്കി തന്നിരിക്കുന്നത് എന്താണ്? ലഖദ് അൻസൽനാ ഇലൈക, തീർച്ചയായും നാം ഇറക്കി തന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആയത്തുകളാണ്. അല്ലേ? അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഒരു കോംപ്ലിക്കേഷൻ ഇല്ല. ലഖദ് അൻസൽനാ ഇലൈക, തീർച്ചയായും താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു ആയാത്ത് ബയ്യിനാത്ത്, സുവ്യക്തമായ സൂക്തങ്ങൾ. വമാ യക്ഫുർ ബിഹാ, അതിനെ നിഷേധിക്കുകയില്ല, ഇല്ലൽ ഫാസിഖൂൻ, അധർമ്മകാരിയല്ലാതെ, തോന്യവാസിയല്ലാതെ, താന്തോന്നികളല്ലാതെ, തോന്യവാസികളും താന്തോന്നികളും അല്ലാതെ അതിനെ നിഷേധിക്കും. കാരണം എന്താണ്? അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന കല്ല് കൃത്യമായി കാണാൻ പറ്റുന്നത് പോലെ വ്യക്തമായതാണ് ഖുർആനിലെ ആയത്തുകൾ.
അവകുല്ലമാഹദൻ, അവകുല്ലമ ആയിരുന്നില്ലേ എന്നാണ് കേട്ടോ. കുല്ലമ ആഹദു അവർ, ആഹദു ആഹദ എന്ന് പറഞ്ഞാൽ പരസ്പരം കരാർ ചെയ്തു. ആഹദു അഹദൻ അവർ കരാർ ചെയ്തപ്പോഴെല്ലാം നബദഹു ഫരിയക്കും മിൻഹും ഒരു വിഭാഗം ആണോ അതിനെ ഉണ്ടോ? ലംഘിച്ചു. വാ അങ്ങനെയല്ലേ? കുല്ലു എല്ലാം വാ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. വാ എന്തിനാണ് വരുന്നത്? വാ ചിലപ്പോ വാക്യത്തിന്റെ മുമ്പേ ഉള്ള ഒരു 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 അക്ഷരമായിട്ട് വാ വരും, അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ വാ വരും. അപ്പൊ ആ വായെ ഹംസിന് മുമ്പ് കൊടുക്കാൻ പറ്റില്ല. വ അകുല്ലമ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നബദഹു ഫരിയക്കും മിൻഹും, നബദഹു ഫരിയക്കും മിൻഹും അവരിൽ ഒരു വിഭാഗം അതിനെ ലംഘിച്ചിരുന്നല്ലോ എന്നാണ്. അകുല്ലമ അങ്ങനെയല്ല ആയിരുന്നില്ലേ? കുല്ലമ അഹദു അഹദൻ നബദഹു ഫരിയക്കും മിൻഹും. ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അല്ല എന്നാൽ അക്സറുഹും ലാ യുഅ്മിനൂൻ അവരിൽ അധിക പേർക്കും വിശ്വാസമില്ല, ഈമാനില്ല. നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് ഈമാനില്ല, അവൻ ഈമാനില്ല എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടാത്തത്. കാര്യങ്ങൾ ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാ? ഈമാനില്ലാത്ത. കാര്യങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലാകാത്തത് പോലെ ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്തവർ എന്നാ? ആ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവർ, വിശ്വാസമില്ലാത്തവർ. വിശ്വാസത്തിന്റെ വാക്കെന്താ അറബിയില്? ആമനെ വിശ്വസിച്ചു, അപ്പൊ ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അക്സറുഹും ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നില്ല. അതാണ് കാരണം. ഈമാൻ ഇല്ലാത്തവർ. അതാണ് ഞാൻ ഈമാനില്ലാത്തവരെന്ന് പറഞ്ഞത്. അത് മലയാളത്തിലെ ശൈലി പറഞ്ഞുള്ളൂ. അറബിയുടെ ശൈലി എന്താ? ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുകയില്ല എന്നല്ല, അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് സത്യം ബോധ്യപ്പെടാത്തത്. ആയത്തുകൾ വരുമ്പോൾ ഇത് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് അവർക്ക് അത് തോന്നുന്നില്ല. അത് ഒരു സംശയം വരുന്നു. സംശയം വരുന്നത് എന്തുകൊണ്ടാ? അത് അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നബദയുടെ അർത്ഥം ഇവിടെ എന്താണ്? അഹദ് വന്നതുകൊണ്ട് അഹദിനെ നബദഹു അതിനെ ലംഘിച്ചു. ലമ്മ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി അള്ളാന്റെ അടുക്കൽ നിന്നും റസൂൽ വന്നപ്പോൾ മുസദ്ദിഖുൻ ലിമാ മഅഹും ആ റസൂൽ എങ്ങനെയുള്ള റസൂലാണ്? മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്ന റസൂലാണ്. ലിമാ മഅഹും അവരോടൊപ്പം ഉള്ളത് എന്താണോ അതിനെ, അവരോടൊപ്പമുള്ളത് എന്താണോ അതിനെ സത്യപ്പെടുത്തുന്നതായ റസൂൽ വന്നപ്പോൾ അവരടുക്കാനുള്ള കിതാബിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? അതിൽ ഈ അടയാളമുള്ള ഒരു ദൂതൻ വരും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എഴുതി വെച്ചതിനെ സത്യപ്പെടുത്തുന്നതാണ് റസൂൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ. അപ്പൊ ഇവിടെ എന്താ? നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി, അള്ളാന്റെ കിതാബിനെ അവരെന്ത് ചെയ്തു? ലംഘിച്ചു എന്ന് പറയാൻ പറ്റുമോ? അവര് വലിച്ചെറിഞ്ഞു. എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? വറാഅ ളുഹൂരിഹിം. ലഹർ എന്താ? ലഹർ മുതുക്, ലഹർ മുതുക്, അതിന്റെ ബഹുജനമാണ് ലുഹൂർ. വറാഅ ളുഹൂരിഹിം അവരെ മുതുകിന്റെ പിന്നിലേക്ക്, അവരുടെ പുറകു വശത്തേക്ക് അവരെന്ത് ചെയ്തു? അതിനെ വലിച്ചെറിഞ്ഞു, കിതാബിനെ. കഅന്നഹും ലാ യഅലമൂൻ അവരൊന്നും അറിയാത്തതുപോലെ. അവര് തൗറാത്തിലും ഇഞ്ചീലിലും റസൂലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുപോലെ, അല്ലെങ്കിൽ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊന്നും അവർ വായിക്കാത്തതുപോലെ, ഇനി കിതാബ് വരാൻ പോകുന്ന കിതാബിനെ കുറിച്ചൊന്നും അവരറിയാത്തതുപോലെ, കിതാബിലുള്ള കാര്യം അവരുടെ കിതാബിലുള്ള കാര്യം ഒന്നും അവരറിയാത്തതുപോലെ ഈ കിതാബ് വന്നപ്പോൾ അതും വലിച്ചെറിയുന്നു. കാരണം ഈ കിതാബിലുള്ള കാര്യം അവർ കിതാബ് വായിച്ചു നോക്കിയാൽ അവർ മനസ്സിലാവും അവരുടെ കിതാബിലുള്ള കാര്യമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ
അങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഖുർആനാവല് വലിച്ചെറിഞ്ഞ് അല്ലേ? ഖുർആനല്ലേ ആ വലിച്ചെറിഞ്ഞ്? അതെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ കിതാബിനെ അവരെന്ത് ചെയ്തു? അവഗണിച്ച് തള്ളി എന്നർത്ഥം. അവരെ കയ്യിൽ കൊടുത്തപ്പോൾ വലിച്ചെറിഞ്ഞെന്നല്ല പറഞ്ഞത്. നബദ ഫരീഖും മിനൽ ലദീന ഊത്തുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം. ആ കിതാബിനെ അവരെന്ത് ചെയ്തു? അവഗണിച്ച് തള്ളി, അവർ വലിച്ചെറിഞ്ഞു. അത് ഈ റാ ലഹരിഹിം എന്നുള്ളത് മുന്നേ വേറെ ഏതൊരു സൂറത്തിൽ പഠിച്ചിട്ടില്ലേ? ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും മുതുകിന്റെ കാര്യം ഒന്നും വാക്കർന്ന് എഴുതാൻ. ഓക്കെ, എന്തായി? നീ പറയണോ? ഖുൽ ഇൻ കാനത് ലക്കും അദ്ദാറുൽ പറഞ്ഞു ആഖിറതു വന്നതായിരുന്നു. ഇൻദല്ലാഹി. ഖുൽ ഇൻ കാനത് ലക്കും അദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി. അല്ലാഹുവിന്റെ അടുക്കൽ പരലോകം നിങ്ങൾക്കാണ് എങ്കിൽ ഖാലിസത്തൻ നിങ്ങൾക്ക് മാത്രമായി, മിൻ ദൂനിന്നാസ് മറ്റ് ജനങ്ങളെ കൂടാതെ, ഫതമന്നവുൽ മൗത്ത് എങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിച്ചുകൊള്ളുക, ഇൻ കുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധരെങ്കിൽ. വലൻ യതമന്നൗഹു അവർ അതിനെ ആഗ്രഹിക്കുകയില്ല, അഥവാ മരണത്തെ ആഗ്രഹിക്കുക, അബദൻ അവരൊരിക്കലും മരണത്തെ ആഗ്രഹിക്കുകയില്ല. ബിമാ ഖദ്ദമത് ഐദീഹിം അവരുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കാരണമായി. വല്ലാഹു അലീമും ബിസ്സാലിമീൻ അല്ലാഹ് അക്രമികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ നിനക്ക് അവരെ കാണാൻ പറ്റും. അഹ്റസന്നാസി ജനങ്ങളിൽ ഏറ്റവും ആർത്തിയുള്ളവരായി, അലാ ഹയാത്തിൻ ജീവിതത്തിനോട്, അലാ ഹയാത്തിൻ എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയെങ്കിലുമുള്ള ഒരു ജീവിതത്തിനോട്. വമിനല്ലദീന അശ്റകൂ എത്രത്തോളം എന്നാൽ ബഹുദൈവ വിശ്വാസികളെക്കാളും അവർ ജീവിതത്തിനോട് ആർത്തിയുള്ളവരാണ്. യവദ്ദു അഹദുഹും അവരിൽ ഒരാൾ ആഗ്രഹിക്കും, ലൗ യുഅമ്മറു അൽഫ സന അവൻ 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന്. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ ആയുസ് ദീർഘിപ്പിക്കപ്പെടുക എന്നത് അവന് ശിക്ഷയിൽ നിന്നും തടയുന്നതല്ല, അകറ്റുന്നതല്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ അല്ലാഹ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നന്നായി സൂക്ഷ്മമായി കാണുന്നവനാണ്. ഖുൽ പറയൂ, മൻ കാന അദുവ്വൻ ലിജിബ്രീല ജിബ്രീലിനോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ജിബ്രീലാണല്ലോ താങ്കളുടെ ഹൃദയത്തിലേക്ക് അതിനെ ഇറക്കി തന്നത്, ആ ഖുർആൻ ഇറക്കി തന്നു. ബിഇദ്നില്ലാഹ് അള്ളാന്റെ അനുമതിയോടുകൂടി, മുസദ്ദിഖൻ അള്ളാന്റെ അനുമതിയോടുകൂടിയും, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും, വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ ഹുദയായിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത ആയിക്കൊണ്ടും. ഇൻ കാന അദുവ്വൻ ലില്ലാഹ് അള്ളയോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ മലായിക്കത്തിഹി അവന്റെ മലക്കളോടും റസൂലിഹി അവന്റെ ദൂതന്മാരോടും, ജിബ്രീൽ മീകാൽ അലൈഹിമസ്സലാം അവരോട് ശത്രുത പുലർത്തുന്നുവെങ്കിൽ ഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ അള്ളാഹ്ക്ക് വേറെ ആരോടും ശത്രുതയില്ല. അതേസമയം അള്ളാഹ് അദുവ്വുൻ ലിൽ കാഫിരീൻ സത്യനിഷേധികളോട് ശത്രുതയുള്ളവനാണ്. സത്യനിഷേധം കാരണമാണ് അള്ളാഹ് അവരോട് ശത്രുത പുലർത്തുന്നത്. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത്ത് തീർച്ചയായും താങ്കൾക്ക് നാം സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ ഇറക്കി തന്നിരിക്കുന്നു. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ അത്രയും വ്യക്തമായി ആയതിന് അധർമ്മകാരികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. അവക്കുല്ലമാ അഹദു അഹദൻ അവർ ഓരോ കരാർ ചെയ്യുമ്പോഴും
നബദഹു ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം അതിനെ എറിയുകയായിരുന്നല്ലോ, വലിച്ചെറിയുകയായിരുന്നല്ലോ, അല്ലെങ്കിൽ ലംഘിക്കുകയായിരുന്നല്ലോ. ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അല്ല, എന്നാൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. വലമ്മ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ അടുക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്നതായ ദൂതൻ അള്ളാഹിന്റെ അടുക്കൽ നിന്നും അവരിലേക്ക് വന്നപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു കളഞ്ഞു കിതാബ് അല്ലാഹി, അള്ളാഹിന്റെ ഗ്രന്ഥത്തെ, വറാഅ ളുഹൂരിഹിം, തങ്ങളുടെ പിൻഭാഗത്തേക്ക്, പിറകുവശത്തേക്ക്, കഅന്നഹും ലാ യഅലമൂൻ, അവരൊന്നും അറിയാത്തതുപോലെ. എല്ലാ കെട്ടിക്കൊടുക്കും പോയോ? എന്തെങ്കിലും ഗ്രാമർ അറിയേണ്ടതുണ്ടോ ഇതിൽ? കാണിയൊക്കെ നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലാണ് കാണിയൊക്കെ വന്നിരിക്കുന്നത്. ഗ്രാമർ നമുക്ക് കുറച്ച് ഇത് ഈന ഊന വരെ പറഞ്ഞിട്ടുള്ളൂ. പുല്ലിംഗ ബഹുവചനങ്ങളിൽ അപ്പൊ അടുത്ത പ്രാവശ്യം ആവട്ടെ, അടുത്ത പ്രാവശ്യം നമ്മൾ ഈ വാക്കർത്ഥമൊക്കെ നമ്മൾ നേരത്തെ അയച്ചു തന്നിട്ട് വാക്കർത്ഥമൊക്കെ പഠിച്ച് കൃത്യമായിട്ട് വന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ച് ഗ്രാമറുകൾ. ഏതാണ്? വദ്ദ ആഗ്രഹിച്ചു, റഹീബ, വദ്ദ ആഗ്രഹിച്ചു, റഹീബ ആഗ്രഹിച്ചു, തമന്ന ആഗ്രഹിച്ചു, അതെല്ലാം വദ്ദയുടെ ഇതാണ്. അറാദ ആഗ്രഹിച്ചു എന്നാണ് ഉസ്താദ് ഉദ്ദേശിച്ചു. അറാദ ഉദ്ദേശിച്ചു. ഇവിടെ ഉസ്താദ് മീനിങ് റഹീബാന്നും അറാദെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയും പറയാം. അതായത് റഹീബയുടെ അതേ മീനിങ് അല്ല അറാദ, ഉദ്ദേശിച്ചു എന്ന അർത്ഥമാണ്. ഈ നമ്മൾ പര്യായപദം പറയുമ്പോൾ എക്സാക്ട് മീനിങ് ആയിക്കോണമെന്നില്ല. ഞാൻ അതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറിയിലുള്ളത് അങ്ങനെ തന്നെ തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വാക്കർത്ഥങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത് ഗ്രൂപ്പിൽ ഒരു റിമൈൻഡർ ഇട്ടേക്ക്, ഗ്രൂപ്പിൽ ഒരു റിമൈൻഡർ ഇട്ടേക്ക്, ഞാൻ അയച്ചു. അസൈൻമെന്റ് ഗ്രൂപ്പിലായിരിക്കും, മറ്റേ ഗ്രൂപ്പിൽ നമ്മൾ അഡ്മിൻ ഓൺലി അല്ലേ? അതെ, അസൈൻമെന്റ് ഗ്രൂപ്പ് ഇട്ടാൽ മതി. കിട്ടിയില്ല, 24 മണിക്കൂറിനകം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യണം. കാരണം ഞാൻ എല്ലാ ഗ്രൂപ്പും എല്ലാ മെസ്സേജുകളും നോക്കിക്കൊണ്ടിരിക്കില്ല. മാത്രമല്ല എനിക്കിപ്പോ ഫോണിലും വാട്സപ്പും കുറെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും നമുക്ക് സമയവും സന്ദർഭവും പ്രോത്സാഹനം അല്ലെ അതിലുള്ള ഉത്സാഹവും വർദ്ധിപ്പിച്ചു തരട്ടെ. ഗവേഷണം നടത്തുന്ന ഓരോരോ വാക്കുകൾ അതൊക്കെ ഒന്ന് അതിലൂടെ പഠിക്കാൻ നമ്മൾ പരലോകത്ത് മലക്കുകളോടൊപ്പം വസിക്കാൻ, സാലിഹികൾ, സിദ്ദീഖുകൾ, ശുഹദാ അവരോടൊപ്പം വസിക്കുന്നതോടൊപ്പം മലക്കുകളോടൊപ്പം വസിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതേപോലെ ഖുർആൻ ആഴത്തിൽ പഠിക്കുക മുഖേന നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസനത്തുൻ മിൻ അശ്റത്തി അംസാലിഹ ഇലാ 700 വഇലാ അദ്ആഫിൻ കസീറ എന്നാണ് പറഞ്ഞത്. നന്മയ്ക്ക്, ഒരു സാധാരണ നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെയും അതിലും അപ്പുറവും ആണ് പ്രതിഫലമെങ്കിൽ ഖുർആൻ വായിക്കുന്നവർക്ക് എന്തുകൊണ്ട് 1-ന് 10 പ്രതിഫലം എന്ന് പറയപ്പെടുന്നു? കാരണം നമ്മൾ ഓടിച്ച് വായിച്ചു പോകുന്നതുകൊണ്ടാണ് എല്ലാവരും ബാദ് പറയുമ്പോൾ ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം ഉള്ളെന്നുള്ള ഹദീസ് പറയുന്നത്. അതിനപ്പുറം ഓരോന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരു സെക്കൻഡിന് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. ആ രീതിയിൽ പ്രതിഫലം കിട്ടുന്നുള്ള കൂട്ടത്തിൽ അല്ലാഹ് നമ്മെ കൊണ്ട് പണിയെടുപ്പിക്കട്ടെ.
കൂട്ടത്തിൽ آمين آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. ഉം.